അതിശയിപ്പിക്കുന്ന ഒരു രഹസ്യം കാരണം നഗരത്തിലെ കോടീശ്വരന്റെ ഏക മകളായ അനന്യയെ അത്യന്തം ദരിദ്രനും തൊഴിലില്ലാത്തവനുമായ അഭിനവനെ കൊണ്ട് ബലമായി വിവാഹം കഴിപ്പിച്ചു. വിവാഹത്തിന് ശേഷം അഭിനവ് ഒരു വീട്ടുജോലിക്കാരനായി, അതായത് ഭാര്യയുടെ വീട്ടിലായിരുന്നു പിന്നീട് അവന്റെ താമസം. പക്ഷേ അവിടെ അവൻ സഹിക്കേണ്ടി വന്നത് അനന്യയിൽ നിന്നും മാത്രമല്ല, അവളുടെ സഹോദരനിൽ നിന്നും വീട്ടിലെ ജോലിക്കാരിൽ നിന്നും എല്ലാരിൽ നിന്നും ദിവസവും അവഹേളനവും പീഡനവുമായിരുന്നു. പക്ഷെ ഒരു ദിവസം സാധാരണ ഗ്രോസറി ബാഗുമായി നടന്നു പോകുന്ന അഭിനവനെ പിക്ക് ചെയ്യാൻ കോടി വിലമതിക്കുന്ന കറുത്ത ലക്ഷറി കാറുകൾ എത്തി. ആ വാഹനങ്ങൾ ആരുടേതാണ്? എന്തിനാണ് അവർ അവന്റെ പിന്നാലെ വന്നത്? അഭിനവ് സത്യത്തിൽ ആരാണ്? എന്താണ് അവന്റെ ഞെട്ടിക്കുന്ന രഹസ്യം? ആ രഹസ്യം നിങ്ങളെ അതിശയിപ്പിക്കും. ഇതറിയാൻ ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ഡൗൺലോഡ് ചെയ്ത് ദ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ, പൂർണ്ണമായും സൗജന്യം. മരുമോനെ, ബാത്റൂം വൃത്തിയാക്കി വേഗം പുറത്തേക്ക് വാ. ഇന്നത്തേക്കുള്ള ഗ്രോസറി വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോകണം. അവിടുത്തെ ഏറ്റവും പഴയ ജോലിക്കാരനാണ് വിളിച്ചതെന്ന് അവന് മനസ്സിലായിരുന്നു. ആ വീട്ടിൽ അവനുള്ളതിനേക്കാൾ സ്ഥാനം അയാൾക്കുണ്ടായിരുന്നു. എന്താ ചേട്ടാ? സെർവന്റ് അഭിനവന് 1000 രൂപയും സാധനങ്ങളുടെ ലിസ്റ്റും കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഓടിപ്പോയി മാർക്കറ്റിൽ നിന്നും സാധനം വാങ്ങിക്കൊണ്ടുപോവാ. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്ന് അനന്യ മേഡത്തിന്റെ ഓഫീസ് ഫ്രണ്ടായ ശ്രീരാഗ് വരുന്നുണ്ട്. അതെ, അയാൾ തന്നെ. രാത്രി മേഡത്തിന്റെ കൂടെ ലേറ്റ് ആയിട്ട് വരുന്ന ആ ആള്. നീയല്ലേ അവളുടെ ഹസ്ബൻഡ്. ഇപ്പൊ അവന്റെ ഹോസ്റ്റ് ആവേണ്ടത് നിന്റെ ജോബാ. എന്തങ്ങനെ മുഷിഞ്ഞു നിൽക്കുന്നേ? ഓടാ. അയാളുടെ വാക്കുകൾ കേട്ട അഭിനവന്റെ ഉള്ളിൽ കോപം കുത്തിപ്പൊങ്ങിക്കൊണ്ടിരുന്നു. അതേ സമയത്ത് അവന്റെ ഫോൺ അടിച്ചു. അതിലെ നമ്പർ കണ്ടതും അവൻ ഞെട്ടി. അതൊരു ദുബായ് നമ്പർ ആയിരുന്നു. അവൻ വേഗം ഫോൺ സൈലന്റ് ആക്കി. സൈക്കിളിൽ കയറി മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് എത്തിയപ്പോൾ ആ ദുബായ് കാൾ വീണ്ടും വരുന്നു. വീണ്ടും അവനത് കട്ട് ചെയ്തു. ആ സമയത്താണ് ആ പ്രദേശത്തെ ലോക്കൽ ഗുണ്ടയായ റാവുത്തർ അവനെ സ്റ്റോപ്പ് ചെയ്തത്. റാവുത്തർ അവനെ പാവ പോലെ ദുർബലനെന്ന് വിലയിരുത്തി മനഃപൂർവ്വം അപമാനിക്കാൻ തുടങ്ങി. ഏയ്, നിനക്കെങ്ങനെയാടാ എന്നോട് കളിക്കാൻ ധൈര്യം വന്നേ? പുന്നാര മോനെ, നീ റാവുത്തറിനോടാണ് മുട്ടിയത്. അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. അഭിനവ് ഒന്നും പറയാതെ മാറി നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ റാവുത്തർ അവനെ തള്ളിയിട്ടു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ചേട്ടാ, ഇവനാണ് ആ ബില്യനെയർ സണ്ണിലോ. കിടലിന് സുന്ദരിയായ ഭാര്യയുള്ള കോടികൾ വരുന്ന വീട്. എൻ്റെ ഒരു അനിയൻ അവന്റെ വീട്ടിൽ സെർവന്റാ. ശരിയാണോടാ പറഞ്ഞത്? ഈ കളിയാക്കൽ കേട്ട് അഭിനവ് തല കുനിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ റാവുത്തർ അവന്റെ കോളറിൽ പിടിച്ചു. അപ്പൊ നമുക്ക് നിന്റെ സുന്ദരിയായ ബില്യനെയർ വൈഫായ അനന്യയോടൊപ്പം ഒരു പാർട്ടി നടത്തിയാലോ? ഇത് കേട്ടപ്പോ ആ ഗുണ്ടകളെല്ലാം പൊട്ടിച്ചിരിച്ചു. അതേസമയം അഭിനവന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. ഓ, നിന്റെ ഡാർലിങ്ങിന്റെ ഫോണാവുമല്ലേ? ആ മധുരമുള്ള ആ വോയിസ് ഞങ്ങളും കൂടി ഒന്ന് കേൾക്കട്ടെ. നിങ്ങൾ എന്നെ എന്തും പറഞ്ഞു, പക്ഷെ ദയവായി ആ കോൾ എടുക്കരുത്. അഭിനവ് പറയുന്നത് നോക്കാതെ തന്നെ റാവുത്തർ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അനന്യ ബേബി, പറയ്. പക്ഷേ ഫോണിലെ ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ കേട്ട റാവുത്തറിന്റെ ശരീരം മുഴുവൻ നടുങ്ങി. കയ്യിൽ വിയർപ്പോടെ അയാൾ വിറയ്ക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അവൻ അഭിനവന്റെ കാലിൽ വീണു. ക്ഷമിക്കണം ബ്രദർ, ഞാൻ നിങ്ങളെ തിരിച്ചറിയാൻ വൈകിപ്പോയി, പറ്റിപ്പോയി. അതിനിടയിൽ ഒരു പൊടിക്കാറ്റ് പോലെ മണലുയർന്ന് ആ ഗുണ്ടകളുടെ മുന്നിൽ 3 വലിയ ഭീമൻ കറുത്ത ലക്ഷറി കാറുകൾ ടിൻഡഡ് വിൻഡോസ് ഇട്ടിട്ട് ബ്രേക്ക് അടിച്ച് നിൽക്കുന്നത് എല്ലാവരും കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ആ ഫോൺ എടുക്കരുതെന്ന്. അവരെന്റെ ലൊക്കേഷൻ കണ്ടെത്തി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യേ, വേഗം സ്റ്റാർട്ട് ചെയ്യേ. അങ്ങനെ പറഞ്ഞ അഭിനവ് ഒരു ഗുണ്ടയെ കൂടെ കൂട്ടി ബൈക്കിൽ കയറി കാറ്റ് പോലെ പറന്നു. ചുറ്റുമുണ്ടായിരുന്ന ആളുകളെല്ലാം ഞെട്ടിപ്പോയി. ഒരു ഫോൺ എടുത്ത മാത്രത്തിൽ ഈ കറുത്ത കാറുകൾ എത്തിയത് എന്തിനാണ്? ഗ്രോസറിയോടെ ഞാൻ തന്ന ചെറിയ ജോലി പോലും ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ലേ നിനക്ക്? സീരിയസ്ലി അഭിനവ്, മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾസ് കൊണ്ടുവരാൻ പോലും നിനക്കാവില്ലേ? പോടാ, എന്റെ റൂമിലുള്ള കബോർഡ് പോയി വൃത്തിയാക്ക്. നിന്റെ സൂപ്പർ സോഫ്റ്റ് കൈക്ക് അത് മതിയാകും. നീ ഒന്നും ചെയ്യുന്നില്ല. അനന്യക്കാണെങ്കിൽ അഭിനവനെ എത്രയും പെട്ടെന്ന് തന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു. അതുകൊണ്ടാണ് അവൾ എല്ലാവരുടെയും മുന്നിൽ അവനെ അപമാനിച്ച് അവൻ തന്നെ ലജ്ജിച്ച് അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോഴാണ് അനന്യയ്ക്ക് അവളുടെ ഫ്രണ്ടായ കാജലിൽ നിന്ന് ഫോൺ വന്നത്. യെസ് കാജൽ. ഹേയ് അനന്യ, നീ മാഫിയ കിങ് വിക്രം സാറിന്റെ കൊച്ചിയിലെ പാർട്ടിക്ക് വരില്ലേ? നമ്മുടെ എല്ലാ കോളേജ് ഫ്രണ്ട്സും അവിടെ വരാനിരിക്കുക. നോ, എനിക്ക് മൂഡില്ല, ഞാൻ വരില്ല. അനന്യ, അത് മാഫിയ കിങ് വിക്രം സാറിന്റെ നേരിട്ടുള്ള ക്ഷണമാണ്.
ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നീ വരണം. എല്ലാവരും അവരുടെ ഹസ്ബൻഡ്സിനെ കൂട്ടി വരുന്നുണ്ട്. നീയും നിന്റെ വീട്ടുവേലക്കാരനെയും കൂട്ടി വാ. മാഫിയ ലോകത്തെ വലിയ ആളുകളെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അതിലൂടെ നിനക്ക് അവനെ ഒഴിവാക്കാനുള്ള ഗോൾഡൻ ചാൻസ് കിട്ടും. അതെ, ഇതാണ് അഭിനവിനെ എന്റെ വഴിയിൽ നിന്ന് തള്ളിക്കളയാനുള്ള ശരിയായ അവസരം. ശരി, ഞാൻ വരാം. ആ ഒന്നിനും ഉപകാരമില്ലാത്ത എന്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുവരാം. ഇവയെല്ലാം കേട്ടുകൊണ്ട് അഭിനവ് അവിടെ തന്നെ നിന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. ദുബായ് നമ്പർ കണ്ട അഭിനവ് ഒന്നും മിണ്ടാതെ വീടിന് പുറത്തേക്ക് നടന്നു. ഗ്രാമത്തിലുള്ള അവന്റെ ഏതോ മണ്ടൻ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ഞാൻ അവനെ എന്റെ ഡ്രൈവറായിട്ട് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ, സീ യു, ബൈ. ഇപ്പോൾ കൊച്ചിയിൽ സംഭവിക്കാൻ പോകുന്നത് അനന്യയുടെ തല പോലും തിരിഞ്ഞു പോകുന്ന തരത്തിലായിരിക്കും. അടുത്ത ദിവസം അനന്യ കാറിൽ അഭിനവനെ കൂട്ടി കൊച്ചിയിലെത്തി. അങ്ങനെ അവരെത്തി ഹോട്ടൽ കണ്ടപ്പോൾ അഭിനവന്റെ കണ്ണുകൾ വിടർന്നു. ഇത്ര വലിയൊരു ഹോട്ടലിനുള്ളിൽ കാല് വെക്കാൻ അവസരം കിട്ടുന്ന നിന്റെ മുഴുവൻ കുടുംബത്തിലെ ഒരേ ഒരാള് നീയല്ലേ? അപ്പോൾ തന്നെ അനന്യയുടെ സ്പോയിൽഡ് ആയ റിച്ച് കോളേജ് ഫ്രണ്ട്സ് അവിടെ എത്തി. അവരിൽ രാജ് എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവൻ കോളേജ് കാലം മുഴുവൻ അനന്യയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന അത്യാഗ്രഹിയായ ഒരാളായിരുന്നു. അനന്യ, ഇതെന്തുപറ്റി? ഹസ്ബൻഡിനെ കൊണ്ടുവരേണ്ട ട്രിപ്പിലേക്ക് സെർവന്റിനെ കൊണ്ടുവരുന്നു? അവനാണ് എന്റെ ഹസ്ബൻഡ്. വാട്ട്? അഭിനവന്റെ സാധാരണ വസ്ത്രം കണ്ടപ്പോൾ അനന്യയുടെ സുഹൃത്തുക്കളും അവരുടെ ഹസ്ബൻഡ്സും മുഖം തിരിച്ചു. പക്ഷേ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അവർക്കൊന്നും ധാരണയില്ലായിരുന്നു. അപ്പോൾ തന്നെ ഹോട്ടൽ മാനേജർ എത്തി ഇങ്ങനെ പറഞ്ഞു: എക്സ്ക്യൂസ് മീ സാർ, വിക്രം സാറിന്റെ പാർട്ടി ഇന്ന് വൈകുന്നേരമാണ്. സോ ഇപ്പോഴുള്ള ലഞ്ച്, ഡ്രിങ്ക്സ് ഇതിനെല്ലാം നിങ്ങളുടെ പോക്കറ്റിൽ നിന്നുമാണ് പേ ചെയ്യേണ്ടത്. വെയിറ്റർ മെനു കാർഡ് കൊണ്ടുവന്നപ്പോൾ ആര്യൻ എന്ന പേരുള്ള ഒരാൾ അഭിനവനെ കൊടുക്കാനായി ഇങ്ങനെ പറഞ്ഞു: ഹേ ഗായ്സ്, ഇന്നത്തെ ബിൽ അഭിനവാണ് കൊടുക്കുന്നത്. അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ക്ലാപ്സ് ചെയ്യേ. മാസം 6000 രൂപ മാത്രം സമ്പാദിക്കുന്ന സെർവന്റായ അഭിനവ് ലാക്സ് വരുന്ന നമ്മളുടെ ബിൽ പേ ചെയ്യാൻ പോവുകയാണ്. ക്ലാപ്പ് 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 ക്ലാപ്പ്. ഒരു മിനിറ്റിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അഭിനവന് മനസ്സിലായില്ല. അതുപോലെ തന്നെ അനന്യയും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ അഭിനവ് ഇത് എന്താ ചെയ്യുന്നത്? ഇന്നത്തെ ബില്ല് പേ ചെയ്യാൻ പോലും എന്റെ കയ്യിലില്ല. അതും പോരാഞ്ഞിട്ടും ഇവനൊരു ദരിദ്രനും. അതെ ഗായ്സ്, അഭിനവ് ഒരു കണ്ടീഷൻ കൂടി നൽകി. ഇന്ന് ബിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാജന് അനന്യയെ കിട്ടും. വാട്ട്? അഭിനവ്, നിന്റെ ലിമിറ്റ്സിൽ നിന്ന് പുറത്തേക്ക് പോവരുത്. ബെറ്റ് ചെയ്യരുത്. ഞാൻ നിന്റെ പ്രോപ്പർട്ടി അല്ല എന്നെ വെച്ച് ബെറ്റ് ചെയ്യാൻ. അനന്യ കേൾക്ക്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഷട്ട് അപ്പ്. ഷട്ട് അപ്പ്. അഭിനവ് അവളോട് താൻ ട്രാപ്ഡ് ആകുന്നുവെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ബെറ്റ് ചെയ്തതിനു ശേഷം പിന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായി? പണം കിട്ടുന്നില്ലേ? വെയിറ്റർ! രാജ് അഭിനവന് സംസാരിക്കാനുള്ള അവസരം നൽകിയില്ല. ഹോട്ടലിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണവും ഡ്രിങ്ക്സും ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ കാജലിന്റെ കണ്ണ് ബോക്സിംഗ് റിംഗിൽ പതിച്ചു. ഹേയ് രാജ്, നീ കോളേജ് ബോക്സിംഗ് ചാമ്പ്യൻ ആണല്ലോ. എങ്കിലും അഭിനവനൊപ്പം ഫൈറ്റ് ചെയ്. നമ്മുടെ ഫുഡ് വരുമ്പോ എന്റർടൈൻമെന്റ് കൂടി കിട്ടും. ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും കാതുകൾ തുറന്നു. രാജ് ശരിക്കും ഫിയർഡ് ബോക്സറായ ആളായിരുന്നു. മറ്റു കോളേജുകൾ പോലും അവനെ ഭയപ്പെട്ടിരുന്നു. ഇതുവരെ രാജ് 25 പേരുടെ മൂക്കുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. അതേ സമയത്ത് അഭിനവന്റെ ഫോൺ അടിച്ചു. അഭിനവ് സാറിന്റെ ഫോൺ വരുന്നുണ്ട്. ആരാണ് വിളിക്കുന്നതെന്ന് അറിയാമോ? വീട്ടിലെ ജോലിക്കാരൻ രഘുചേട്ടൻ. ഹേ അഭിനവ്, നീ ക്ലീൻ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയാവും. എന്തു പറയുന്നു ഷാൽവി? ഇന്ന് നമുക്ക് നോക്കാം അനന്യയ്ക്ക് ആരാണ് ബെസ്റ്റ് എന്ന്. നീ അല്ലെങ്കിൽ ഞാൻ. അഭിനവ്, നിനക്ക് ഇപ്പോഴും അവസരമുണ്ട്. നോ എന്ന് പറ. അഭിനവളിയാ, രാജനെതിരെ പോരാടാൻ ധൈര്യമില്ലേ? അഭിനവ് രോക്ഷാകുലനായി പറഞ്ഞു. ഞാൻ ബോക്സിംഗ് ചെയ്യും. ഗായ്സ്, ഇന്ന് അഭിനവ് കുത്തി കൊല്ലപ്പെടും. നമുക്ക് നോക്കാം. രാജും തയ്യാറായി ബോക്സിംഗ് റിംഗിലേക്ക് പ്രവേശിച്ചു. മറുവശത്ത് ആര്യനും അവന്റെ ഫ്രണ്ട്സും വില കൂടിയ ഡ്രിങ്ക്സും ഫുഡും ഓർഡർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാജ് അറ്റാക്കിംഗ് മോഡിലേക്ക് പോയി അഭിനവന് ഒരു പഞ്ച് കൊടുത്തു. അഭിനവന്റെ വായിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. യെസ്. ഇതിനുശേഷം രാജ് തുടർച്ചയായി അഭിനവനെ പഞ്ച് ചെയ്തു.
അവന് കൈ ഉയർത്താൻ പോലും അവസരം കൊടുത്തില്ല. ഇപ്പോൾ അഭിനവനെ അവൻ തീർക്കുമെന്ന് എല്ലാവരും കരുതി. അപ്പോൾ പെട്ടെന്ന് അഭിനവ് അവിടെ വീണു. നിർത്ത് അഭിനവ്, ഇപ്പൊ തന്നെ നിർത്തി പുറത്തേക്ക് വാ, മതി. അനന്യ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ബോക്സിംഗ് റിങ്ങിന് പുറത്തു വെച്ചിരുന്ന അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തത്. അനന്യ കാണാതെ ഫോൺ എടുക്കാൻ അഭിനവ് വേഗത്തിൽ എഴുന്നേറ്റു. രാജ് വീണ്ടും അവനെ ആക്രമിക്കാൻ വന്നപ്പോൾ അഭിനവ് അത്ര ശക്തമായൊരു പഞ്ച് രാജിന് കൊടുത്തു. അവൻ അങ്ങേയറ്റം നിശ്ചലമായി നിലത്ത് വീണു. അനന്യയുടെ കാഴ്ച പെട്ടെന്ന് അഭിനവന്റെ ഫോണിൽ നിന്നും താഴെ കിടക്കുന്ന രാജിലേക്കായി മാറി. അഭിനവ് ഒരു പഞ്ച് കൊണ്ട് ബോക്സിംഗ് ചാമ്പ്യൻ രാജിനെ നോക്ക് ഡൗൺ ചെയ്തു. അത്തരമൊരു പഞ്ച് പ്രൊഫഷണൽ പ്ലെയർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഈ അഭിനവ് എന്തോ മറച്ചു വെക്കുകയാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അഭിനവ് വേഗം പുറത്തേക്ക് വന്ന് അവന്റെ ഫോൺ എടുത്ത് നോക്കി. ഇറ്റ്സ് ഓക്കെ രാജ്, ഇവിടെ തോറ്റതില് നീ ദുഃഖിക്കണ്ട. അവൻ 7 ജന്മത്തിൽ തീർക്കാൻ പറ്റാത്ത രീതിയിൽ ബില്ല് നമ്മൾ ആക്കിയിട്ടുണ്ട്. സർ, നിങ്ങളുടെ ബില്ല് 54 lakhs. What? നെവർ മൈൻഡ്, നമ്മുടെ അഭിനവ് സാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാവരുടെയും ബില്ല് അവൻ പേ ചെയ്യും. പക്ഷേ വെയിറ്റർ അഭിനവനെ കണ്ട് സംശയിച്ചു. അവൻ അഭിനവന്റെ വസ്ത്രധാരണമൊക്കെ കണ്ട് അവനെ ജഡ്ജ് ചെയ്ത് ഉടനെ പറഞ്ഞു, സർ ദയവായി റിസപ്ഷനിലേക്ക് വരൂ. അവൻ ഓടിപ്പോവാതെ നോക്കണേ. ഇപ്പോൾ എല്ലാവരുടെയും നോട്ടം വെയിറ്ററിലായിരുന്നു. അനന്യ നെർവസായി വിയർപ്പോടെ നിന്നു. അഭിനവ് പേ ചെയ്യാതിരുന്നാൽ രാജ് അവളെ എന്ത് ചെയ്യുമെന്ന് അവൾ ഭയന്നു. വെയിറ്റർ അഭിനവിന്റെ കയ്യിൽ നിന്ന് കാർഡെടുത്ത് സ്വൈപ്പ് ചെയ്തപ്പോൾ എന്തായി? അവന്റെ കാർഡിൽ ഒന്നുമില്ലേ? പണമില്ലേ? കാർഡിൽ പണമില്ലെങ്കിൽ പറ, അവന്റെ നാണക്കേടൊന്നും ഓർക്കണ്ട, അത് കുഴപ്പമില്ല. അനന്യയുടെ മുഖം മങ്ങി. കാരണം അഭിനവ് പേ ചെയ്യാതെ പോയാൽ രാജ് അവളുടെ മേൽ തന്റെ ഇന്നത്തെ കോപം മുഴുവൻ തീർക്കുമെന്ന് അവൾ ഭയപ്പെട്ടു. എന്താണ് പ്രശ്നം? എന്തുപറ്റി? പണമടയ്ക്കാൻ ഇവരുടെ കയ്യിലില്ലേ? വെയിറ്റർ ഒന്നും പറയുന്നതിന് മുമ്പ് ഹോട്ടലിന്റെ പ്രധാന വാതിലിൽ Z+ സെക്യൂരിറ്റി ഗാർഡ്സ് എത്തി. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞു. ഏതോ സെലിബ്രിറ്റി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, മിസ്റ്റർ വിവേക്, വിക്രം സാറിന്റെ ബോസ്. അറിയാമോ, അവരെ കാണാൻ വർഷങ്ങൾ കാത്തിരിക്കണം. ഞാൻ മാനേജറായി ജോലി ചെയ്യുന്ന ആ കമ്പനിയില്ലേ, അതേ, ഇയാൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഭാഗ്യമുള്ള ദിവസം തന്നെ. മിസ്റ്റർ വിവേക് അഭിനവനെ തിരിച്ചറിയുകയായിരുന്നു. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? മിസ്റ്റർ വിവേക് അഭിനവനെ നോക്കി. എല്ലാവരും അദ്ദേഹം തങ്ങളെയാണ് നോക്കുന്നതെന്ന് കരുതി. അപ്പോൾ രാജ് മുന്നോട്ട് വന്നു. അഭിനവ് മിസ്റ്റർ വിവേകിനെ അവഗണിച്ച് പ്രധാന ഗേറ്റിന്റെ ദിശയിൽ നടന്നു. മാനേജർ, ഇവിടെ എല്ലാവരുടെയും ബില്ല് എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് മിസ്റ്റർ വിവേക് തന്റെ റൂമിലേക്ക് പോയി. 1 മിനിറ്റിനുള്ളിൽ ഇത്രയേറെ സംഭവങ്ങൾ സംഭവിച്ചു എന്നാൽ ആർക്കും ഒന്നും മനസ്സിലായില്ല. ഈ മിസ്റ്റർ വിവേക് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അഭിനവനെ മറ്റൊരാളായിട്ട് തെറ്റിദ്ധരിച്ചതാകും. ഹേ അഭിനവ്, മിസ്റ്റർ വിവേക് പണം അടച്ചു. അതായത് ഞാൻ ബെറ്റ് ജയിച്ചു. നീ എവിടേക്കാ പോകുന്നേ? ആ, ഇപ്പൊ ലോജിക്ക് പ്രകാരം അനന്യ ഇന്ന് രാത്രി എന്റെ കൂടെ. നോക്ക് രാജ്, ആ ഫോണിങ്ങതാ. രാജ് അഭിനവനോട് ബോക്സിംഗിൽ തോറ്റതിന്റെ റിവെഞ്ചിനായി ആയിരുന്നു ആ ഫോൺ എടുക്കാൻ നോക്കിയത്. അവൻ അഹങ്കാരത്തോടെ പറഞ്ഞു. ഏത് വലിയ സൂപ്പർ സ്റ്റാറിന്റെ കോളാണിത്? വീണ്ടും വീണ്ടും വരുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കട്ടെ. നോക്ക്, നീ എന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്ക്. അതെടുക്കണ്ട. രാജ് അത് ചലഞ്ച് പോലെ കാണുകയും ഫോൺ എടുക്കുകയും ചെയ്തു. രാജ് ഫോൺ സ്പീക്കറിലാക്കി. മറുവശത്തെ ശബ്ദം പറഞ്ഞു, ബോസ്, നമുക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കിട്ടി. ഞങ്ങള് നിങ്ങളുടെ അടുത്തേക്ക് വരുവാണ്. ദർ ഈസ് സംതിങ് ക്രിട്ടിക്കൽ. ഇതേതോ റിക്ഷ ഡ്രൈവർ അല്ലെങ്കിൽ ക്യാബ് ഡ്രൈവറിന്റെ ഫോണാണ്. അവൻ ഇവനേതോ ബോസാണെന്ന് വിചാരിച്ചിരിക്കുക. അനന്യ ഇതൊരു തമാശയായി കണ്ടു. പക്ഷേ അപ്പോൾ ഒരു സംഭവമുണ്ടായി. അതെല്ലാവരെയും ഞെട്ടിച്ചു. ഏയ്, അതൊരു കോടികൾ വിലമതിക്കുന്ന ഹെലികോപ്റ്ററാ. അഭിനവന്റെ ടാക്സി അവിടെ. ഇതിനുശേഷം അഭിനവ് ഫോണിൽ എന്തോ സംസാരിച്ചു.
അതോടെ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്നുപോയി. ഉടനെ തന്നെ അഭിനവന്റെ മുന്നിൽ ഒരു ടാക്സി എത്തി. മല പോലെ വന്നത് എലി പോലെ പോയി. എനിക്കറിയായിരുന്നു ഇത്തരമൊരു വില കൂടിയ ഹെലികോപ്റ്ററിൽ അവൻ സഞ്ചരിക്കൂ. നോക്ക്, അവന്റെ ടാക്സി എത്തി. പക്ഷെ ദുബായിൽ നിന്നുള്ള ആവർത്തന കോളുകളും ഈ വില കൂടിയ കാറുകളും ഹെലികോപ്റ്ററും മറ്റൊരു രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇത് കേട്ടാൽ രോമം എഴുന്നേറ്റ് നിൽക്കും. അഭിനവ് വേഗത്തിൽ ടാക്സിയിൽ കയറിപ്പോയി. അപ്പോൾ രാജും മറ്റും അഭിനവനെ കുറിച്ച് സംശയപ്പെട്ടു. ഗൈസ്, അവൻ എവിടേക്കാ പോയത്? അനന്യയെ ഇവിടെ തനിച്ചാക്കിയ അവൻ ആരെ കാണാന്? എവിടേക്കാ പോകുന്നത്? അഭിനവ്, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോടൊന്നും പറയാതെ ഇങ്ങനെ പോവാൻ? അനന്യ, നിന്റെ യൂസ്ലെസ് ഹസ്ബൻഡ് ആരോടാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കണ്ടെത്താൻ നീ ഒരിക്കലും ശ്രമിച്ചില്ലേ? നമുക്കവന്റെ ആ കള്ളത്തരങ്ങ് പൊളിച്ചാലോ? ഇന്ന് അവന് നമുക്ക് കയ്യോടെ പൊക്കാം. ഇങ്ങനെ പറഞ്ഞ് രാജ് അനന്യയുടെ കാർ എടുത്ത് എല്ലാവരോടും ചേർന്ന് അഭിനവ് ഉള്ള ടാക്സിയെ പിന്തുടരാൻ തുടങ്ങി. രാജ്, വേഗം പോ. അഭിനവ്, ഇന്ന് നിന്റെ കള്ളത്തരങ്ങൾ പൊക്കും. നീ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എല്ലാം ഞങ്ങൾ കണ്ടുപിടിക്കും. രാജും മറ്റെല്ലാവരും ഇന്ന് അഭിനവന്റെ കള്ളത്തരങ്ങൾ പൊളിച്ച് അവനെ കളിയാക്കാമെന്ന് ചിന്തിച്ചു. പക്ഷെ ഇന്ന് അഭിനവന്റെ സത്യം എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടാനാണ് പോകുന്നതെന്ന് അവർക്കറിയുമായിരുന്നില്ല. അഭിനവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണ്? ഒരു ദരിദ്രനാണോ? അല്ലെങ്കിൽ അപമാനിക്കാൻ മാത്രമായി ജനിച്ച വീട്ടുവേലക്കാരനാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? എവിടെയും പോവരുത്, എല്ലാം വെളിപ്പെടാനിരിക്കുകയാണ്. ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്! അഭിനവ് ഉള്ള ടാക്സിയെ പെട്ടെന്ന് ചെക്ക് പോയിന്റിൽ പോലീസ് നിർത്തി. രാജ് കുറച്ചകലെ കാർ നിർത്തി ഈ നാടകം കാണാൻ തുടങ്ങി. പോലീസ് ഇൻസ്പെക്ടർ അഭിനവനെ ഇറക്കി സെർച്ച് ചെയ്യാൻ ആരംഭിച്ചു. സെർച്ച് ചെയ്യുമ്പോൾ അഭിനവന്റെ കയ്യിൽ ഒരു തോക്ക് കണ്ടെത്തി. തോക്ക് കണ്ടപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ അഭിനവനോട് പറഞ്ഞു, ഇതെന്താ ഈ തോക്ക് എവിടെ നിന്ന് വന്നേ? ഇതിന് ലൈസൻസ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അഭിനവിന്റെ കയ്യിൽ എങ്ങനെ തോക്ക്? ഹേ, എന്റെ സെർവൻസ് പോലും അടിക്കുന്ന ആ പഴയ കാറില് 500 രൂപയുടെ പെട്രോൾ അടിക്കാൻ പാടുപെടുന്ന അവൻ എവിടെ നിന്ന് ഗണ്ണ് കിട്ടും? എങ്കിൽ അവൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ഗൈസ്, ഈ അഭിനവ് ക്രിമിനലാ. പോലീസ് എങ്ങനെയാണ് അവനിൽ നിന്നും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതെന്ന് ഇനി കാണാം. ഞാൻ എന്റെ വായ കമ്മീഷണറുടെ മുന്നിൽ മാത്രമേ തുറക്കൂ. ഓഹോ, അങ്ങനെയാണോ? ഗൈസ്, നോക്ക്, അവൻ പോലീസ് കമ്മീഷണറിനെ കാണണമെന്ന് പറയുന്നു. നോക്ക്, ഓവർ സ്മാർട്ട് കളിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ നിന്നെ തലകീഴായി കെട്ടിത്തൂക്കി ഇടിക്കും. അപ്പൊ നീ സത്യങ്ങൾ താനെ പറയും. കുടുംബത്തിലെ സെർവൻസിനെ പോലും തല്ലുന്നവനാ ഇന്ന് ആ പോലീസുകാരന്റെ കൈ പിടിച്ചിരിക്കുന്നത്. മര്യാദക്ക് എന്റെ കൈ വിട്ടോ, അല്ലെങ്കിൽ ഞാൻ ലാത്തിക്കും. ഹേ, വിട്! ഈ ശബ്ദം കേട്ടപ്പോൾ സമീപത്തെ എല്ലാ പോലീസും അവിടെ എത്തി. അനന്യയും രാജും ഞെട്ടി. പോയി കമ്മീഷണർ സാറിനെ വിളിക്ക്, ഇയാൾക്ക് ഭ്രാന്താ. ഈ അതിശയ കരുത്തിനിടയിൽ ഒരു പോലീസ് സൈറൻ കേട്ടു. ഇതെന്ത് ഡ്രാമ സർ? നീയൊക്കെ എന്തിനാ കൈ ഉയർത്തിയത്? കമ്മീഷണറിനെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം വിളറി വെളുത്തു. ഇത്രയും നേരം അവനെ കളിയാക്കിക്കൊണ്ടിരുന്നവരും പോലീസും നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. കമ്മീഷണർ പോലും അഭിനവനെ തിരിച്ചറിയുകയാണല്ലോ. പക്ഷെ എങ്ങനെ? അനന്യയെയും മറ്റുള്ളവരെയും പോലെ തന്നെ ഇൻസ്പെക്ടറും ഒന്നും മനസ്സിലാകാതെ നിന്നു. നിനക്ക് നിന്റെ ജോലിയൊന്നും വേണ്ടേ? ആരാണ് അവനെ തടഞ്ഞത്? ബട്ട് സാർ, ഇയാളുടെ അടുത്ത്, ഇദ്ദേഹത്തിന്റെ അടുത്ത് തോക്കുണ്ടായിരുന്നു. അത് സെൽഫ് ഡിഫൻസിനുള്ളതാ. അത് ഞാനാണ് അവന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്.
ബർത്ത്ഡേക്കോ? അന്നവൻ അമ്മയുടെ ചെരുപ്പ് നന്നാക്കാൻ പോയതായിരുന്നല്ലോ. അതിനിടയില് കമ്മീഷൻ അവന് ഗണ്ണും ഗിഫ്റ്റ് കൊടുത്തോ? ഇത് ഞാൻ സ്വപ്നം കാണുന്നല്ലോ. അനന്യയ്ക്കും മറ്റുള്ളവർക്കും കമ്മീഷണർ അവനെ വിട്ടയക്കുന്നത് വരെ അവിടെ നടന്നതൊന്നും വിശ്വസിക്കാനായില്ല. രാജ വീണ്ടും അവനെ പിന്തുടരാനായി കാറെടുത്തു. അപ്പോൾ ഇൻസ്പെക്ടർ അവരെ തടഞ്ഞു. എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ച്? ഈ പെൺകുട്ടികളൊക്കെ ഏതാ? ഇറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ്. സർ, ഞങ്ങൾ അഭിനവ് സാറിന്റെ കൂടെ ഉള്ളവരാ. സാറ് പോകുന്നിടത്തേക്കാണ് ഞങ്ങളും. ഓ, ഓക്കെ, നിങ്ങൾ പൊയ്ക്കോ. അവർ അഭിനവന്റെ കാറിന് പിന്നാലെ തന്നെ പോയി. അത് ഒരു പഴയ കുറെ ബിൽഡിങ്ങുകളുള്ള ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതേ കോളനിയിൽ നിന്ന് തന്നെ പെട്ടെന്ന് ആ ബ്ലാക്ക് കാറുകൾ അഭിനവന്റെ കാറിന് ചുറ്റും 2 മുന്നിലും 1 പിന്നിലുമായി നിന്നു. ആ 3 ബ്ലാക്ക് കാറുകൾ അഭിനവന്റെ കാറിന്റെ കൂടെ തന്നെ സഞ്ചരിച്ചു. ഓ മൈ ഗോഡ്, എന്താണ് അഭിനവന്റെ ദുബായ് കണക്ഷൻ? എന്തിനാണ് അവന് ദുബായിൽ നിന്നും കോളുകൾ വന്നുകൊണ്ടിരുന്നത്? ദരിദ്രനായ ഡെലിവറി ബോയ് അഭിനവന്റെ ആദ്യത്തെ പ്രണയിനി വൈഷ്ണവി അവനൊരു പണമുള്ള ആൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പ്രണയത്തോൽവിയുടെ സങ്കടത്തിൽ പാവം കാമുകൻ അഭിനവ് നഗരത്തിലെ 50 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നു. വൈഷ്ണവി, ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു. നീ ആ പണക്കാരനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കേ. ബൈ. നമ്മുടെ മജ്നു അങ്ങനെ ചാടാനായി നിന്നു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. അവൻ പെട്ടെന്ന് താഴെ വീണു. പക്ഷെ അവൻ വീണത് എവിടെയാണ്? ഇതെന്ത് മറിമായം? ഓ മൈ ഗോഡ്, ഞാനിവിടെ എങ്ങനെ എത്തി? അതെ, അഭിനവ് ആ ടെറസിൽ നിന്നും താഴേക്ക് വീണെത്തിയത് നഗരത്തിലെ ഏറ്റവും സുന്ദരിയും സമ്പന്നയുമായ അനന്യയുടെ കിടക്കയിലേക്കായിരുന്നു. അവൾ ആ സമയത്ത് സുഖമായി ഉറങ്ങുകയായിരുന്നു. അവൾ എഴുന്നേറ്റ പോലെ ചോദിച്ചു, നീ ആരാ? എന്റെ കിടക്കയിൽ എങ്ങനെ വന്നു? എനിക്ക് എങ്ങനെ ഞാൻ ഇവിടെ എത്തിയെന്ന് അറിയില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. സ്വപ്നം കണ്ട പോലെ തോന്നുന്നേ. നിന്റെ സ്വപ്നത്തിൽ നിന്നൊന്ന് പുറത്തു വന്ന് നീ ആരാണെന്ന് പറ. നിനക്ക് ഞാൻ ആരാണെന്നെങ്കിലും അറിയാമോ? ഓ മൈ ഗോഡ്, ഇത് എന്തു പറ്റി മോളെ? ഈ ബഗർ നിന്റെ ബെഡ്റൂമിൽ എന്ത് ചെയ്യാ? എന്തൊക്കെ നടന്നിട്ടുണ്ടല്ലോ. സൗരവ്,
നീ ഇവിടെ എന്ത് ചെയ്യുന്നു? സത്യം പറഞ്ഞാ അത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ മോളെ. ഈ പാപ്പരായ ഇവൻ നിന്റെ ബെഡ്റൂമിൽ എന്താ ചെയ്യുന്നേ? നോക്ക് നോക്ക് ചേട്ടാ, ഞാനിവിടെ എങ്ങനെ എത്തിയെന്നും എനിക്ക് പോലും അറിയില്ല. എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ടെറസിലുണ്ടായിരുന്നു. Shut up. പോലീസ് എത്തും, മുഴുവൻ സത്യം അപ്പൊ തെളിയും, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെളിപ്പെടുത്തിക്കും. ഇല്ല ഇല്ല മോളെ, പോലീസിനോട് ഒന്നും പറയരുത്. നീ നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയരുത്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ തീരുമാനങ്ങളും ഒരാളാണ് എടുക്കുന്നത്. മഹാനായ ഹരിദേവൻ മേനോൻ, നമ്മുടെ മാന്യനായ മുത്തച്ഛൻ. മുത്തച്ഛന്റെ പേര് കേട്ടപ്പോൾ അനന്യയുടെ നെറ്റിയിൽ വിയർപ്പ് വന്നു. അനന്യ, ഹരിദേവൻ മേനോൻ നഗരത്തിലെ പ്രശസ്തനും സമ്പന്നനുമായ ആളായിരുന്നു. അയാൾ ഒരു കൺസർവേറ്റീവും സ്ട്രിക്റ്റും പഴയകാല ചിന്താഗതിയുമുള്ള ആളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്യൂട്ട് ധരിക്കുന്ന ഒരാൾ. ഇവർ എപ്പോഴും അത് ധരിച്ച് നടക്കാറുണ്ടായിരുന്നു. പക്ഷേ അവരുടെ മൈൻഡ് സെറ്റ് 500 വർഷം പഴക്കമുള്ളതാണ്. അനന്യ അത് ചിന്തിച്ച് ആശങ്കയിലായി. മുത്തച്ഛൻ വന്നാൽ എന്താകും എന്നവൾ ആശങ്കപ്പെട്ടു. അനന്യ, പുറത്തേക്ക് വാ, നിന്റെ മുത്തച്ഛൻ നിന്നെ കാത്തിരിക്കുന്നു. മുത്തച്ഛന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടപ്പോ അനന്യ ഞെട്ടി. മുത്തച്ഛൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ എങ്ങനെ? ഇപ്പോ എത്ര കാലമായി നീ ലൂസറിനോടൊപ്പം ബെഡ്റൂമിൽ കിടക്കുന്നു? പുറത്തേക്ക് വാ, മുത്തച്ഛൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഹേയ് ഹേ ബ്രദർ, നീ എങ്ങോട്ടാ? മുതിർന്നവര് പറയുന്നത് സത്യം തന്നെയാ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇപ്പൊ നോക്ക്, അത് നിന്നെ എവിടെയാ എത്തിച്ചിരിക്കുന്നതെന്ന്. എന്റെ സിസ്റ്ററിനെ മുത്തശ്ശന്റെ കോപത്തിൽ നിന്ന് ആര് രക്ഷിക്കും? നീ ഒരു ഡെലിവറി ബോയ് അല്ലേ? നീ ഒരു ടോട്ടൽ മെസ്സാ. ഇത് കേട്ട അഭിനവന് സൗരവ് തന്നെയാണ് ഇതെല്ലാം ഒപ്പിച്ചതെന്ന് മനസ്സിലായി. ടെറസിൽ വീണപ്പോൾ തീർച്ചയായും അഭിനവന്റെ ബോധം പോയിരിക്കും. സൗരവ് അവനെ അൺകോൺഷ്യസ് അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കണം. പക്ഷേ ഇപ്പോൾ അഭിനവന്റെ മനസ്സിലുണ്ടായിരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഒരു ബ്രദർ തന്റെ സിസ്റ്ററിനോട് എന്തിനിങ്ങനെ ചെയ്യണം? അനന്യയോട് ഇങ്ങനെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? ഇവൻ അവളുടെ റിയൽ ബ്രദറാണോ? ഈ ചോദ്യങ്ങൾ അഭിനവന്റെ മനസ്സിൽ മന്ദഗതിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ. ഹരിദേവൻ മേനോൻ വലിയൊരു പ്രശ്നം കൊണ്ടുവന്നു. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു. നിനക്കിതിന് ശിക്ഷ ലഭിക്കും. വിവാഹത്തിന് മുമ്പ് ഒരാണുമായിട്ടുള്ള ബന്ധം. നിനക്കെങ്ങനെ ധൈര്യം വന്നു ഇത് ചെയ്യാൻ? നീ എന്റെ കൊച്ചുമോൾ എന്ന് പറയാൻ തന്നെ എനിക്ക് നാണമാവുന്നു. മുത്തച്ഛ, എന്നെ വിശ്വസിക്കണം. ഇയാൾ ആരാണെന്ന് എനിക്ക് അറിയില്ല. കള്ളം പറയരുത്, എനിക്കെല്ലാം അറിയാം. മനസ്സിലായോ? ഇതാ നിന്നെ വളർത്തിയ നിന്റെ മാതാപിതാക്കള്. അവർ നിന്നെ പഠിപ്പിച്ചു, ബിസിനസ് ചെയ്യാൻ അനുവദിച്ചു. അതുകൊണ്ട് നീ ഈ ദരിദ്രനെ നിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നു. ഹരിദേവൻ മേനോൻ അഭിനവന്റെ കയ്യിൽ ഒരു കാര്യം കണ്ട് ഞെട്ടി. സ്വന്തം ചെറുമകളെ ഇങ്ങനെ അപമാനിക്കാനും അവളുടെ മേലെ ഇങ്ങനെ കൈ ഉയർത്താനും നിങ്ങൾക്ക് നാണമില്ലേ? എങ്ങനെ നിങ്ങളൊരു മുത്തച്ഛനാകും? നിങ്ങൾക്ക് തലയിൽ ഓളമാണോ ഈ കുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ? ആ സമയത്ത് മുറി മുഴുവൻ ശാന്തമായി. ഹരിദേവൻ മേനോനെ ഒരുപക്ഷെ ഒരാളും ഇങ്ങനെ അപമാനിച്ചിരുന്നില്ല. അയാളോട് ആരും ഇങ്ങനെ സംസാരിച്ചിരുന്നില്ല. ഇവിടെ ഒരു സിമ്പിൾ ഡെലിവറി ബോയ് നഗരത്തിൽ പ്രശസ്തനായ വ്യക്തിയായ ധനികനോട് തർക്കമുണ്ടാക്കുകയാണ്. എടാ ലൂസർ, എന്റെ മുത്തച്ഛനോട് തിരിച്ചു പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ യുദ്ധം ചെയ്താ നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും. സൗരവ്, അവനെ വിട്. മുത്തച്ഛൻ ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് സൗരവിന് മനസ്സിലായില്ല. പക്ഷെ മുത്തച്ഛന്റെ കമാൻഡ് അംഗീകരിക്കാതെ മറ്റൊരു വഴിയില്ല. ഹരിദേവൻ മേനോൻ അഭിനവനെ അടി മുതൽ മുകൾ വരെ നോക്കി. എന്നിട്ട് അനന്യയോട് പറഞ്ഞു, അനന്യ, ഇവന്റെ പേര് എന്തായാലും നീ അവനെ വിവാഹം കഴിക്കണം. ഇല്ല മുത്തച്ഛ, ഞാൻ എങ്ങനെ അവനെ വിവാഹം കഴിക്കും? അവന്റെ പേര് പോലും എനിക്ക് അറിയില്ല. അതെ മോളെ, നീ വലിയ ഇന്നസെന്റായി അഭിനയിക്കണ്ട. എന്റെ നിയമം നിനക്കറിയാലോ. അധികം ബഹളമില്ലാതെ ഈ വിവാഹം ഇന്ന് തന്നെ നടക്കണം. ഇല്ല മുത്തച്ഛ, ഞാൻ ഈ പാപ്പറിനെ വിവാഹം കഴിക്കില്ല. ഞാൻ വിവാഹം കഴിക്കില്ല. അങ്ങനെയെങ്കിൽ സൗരവ്, നിന്റെ സിസ്റ്ററിനെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോ. അവളെ ജീവനോടെ കൊന്നേക്ക്. ഇത് കേട്ടപ്പോൾ അനന്യ സിംഗ് എഴുന്നേറ്റു. ഹരിദേവൻ മേനോൻ പറയുന്നത് അദ്ദേഹം തീർച്ചയായും ചെയ്യുമെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം ഇതിനു മുൻപും
സിംഗ് കുടുംബത്തിലെ ആരും ഹരിദേവൻ മേനോന്റെ നിയമത്തിനെ എതിർത്താൽ ഇത് അവരുടെ വിധിയായിരുന്നു. അനന്യ ഇപ്പോൾ മുത്തച്ഛന്റെ മുമ്പിൽ ഹെൽപ്ലെസ് ആയിരിക്കുന്നു. അനന്യ ഇപ്പോൾ വിവാഹം ചെയ്തില്ലെങ്കിൽ ഒരു പാവം ഇന്നസെന്റ് ഗേളിനെ അവന് മിസ്സാകുമെന്നും അവൻ കാരണം അവളുടെ ജീവിതം തന്നെ നഷ്ടമാകുമെന്നും അഭിനവ് മനസ്സിലാക്കി. പിന്നീട് എന്ത് സംഭവിച്ചു? 1 മണിക്കൂറിനുള്ളിൽ അവളെ തന്നെ ഹാളിൽ കണ്ടു. അനന്യയും അഭിനവും വിവാഹിതരായിരിക്കുന്നു. വിവാഹത്തിന്റെ ആദ്യ രാത്രി അനന്യയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമായിരുന്നു. നിന്റെ പേരെന്താ? അഭിനവ്. പക്ഷേ എന്റെ അച്ഛൻ അഫെക്ഷനേറ്റ്ലി എന്നെ... അതെനിക്ക് അറിയണ്ട. കേൾക്ക്, ഒരു കാര്യം മനസ്സിലാക്ക്. ഈ മാരേജ് ഒരു മാരേജ് അല്ല, ഒരു നിർബന്ധമാണ്. ലോകത്തിന് മുന്നിൽ നാം ഹസ്ബൻഡ് വൈഫ് ആകാം, പക്ഷേ ഈ റൂമിലുള്ള നമ്മുടെ ബന്ധം 2 പരിചിതരല്ലാത്തവരുടെ ബന്ധം മാത്രമാണ്. പാലസിന്റെ രാജ്ഞി അനന്യയ്ക്ക് ഒരു ഡെലിവറി ബോയ് പോലെയുള്ളവനെ എങ്ങനെ വിവാഹം കഴിക്കാനാകുമെന്ന് അഭിനവനും മനസ്സിലായിരുന്നു. പക്ഷേ ദൈവം അവരെ ഒരുമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഏതോ കാരണമുണ്ടായിരിക്കണമെന്നത് അവനറിയില്ലായിരുന്നു. ഇന്ന് എന്റെ ഫ്രണ്ട് വിക്രമന്റെ ബർത്ത്ഡേ പാർട്ടിയാ. അനന്യ, നീ നമ്മുടെ ന്യൂ സണ്ണിൻ ലോയനെ കൂട്ടിക്കൊണ്ടുപോകണം. അനന്യയ്ക്ക് പാർട്ടിക്ക് പോകാൻ ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ മുത്തച്ഛന്റെ കമാൻഡിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയി. അവൾ അഭിനവനെ അവളുടെ കൂടെ പോവാൻ നിർബന്ധിച്ചു. പക്ഷെ അവിടെ ഒരാളെ കണ്ടവൻ ഞെട്ടി. വൈഷ്ണവി, നീ ഇവിടെ? അതെ, അഭിനവന്റെ മുന്നിലുണ്ടായിരുന്നത് അവന്റെ എക്സ് ഗേൾഫ്രണ്ട് വൈഷ്ണവിയായിരുന്നു. അവൾ അഭിനവനെ തേച്ച സങ്കടത്തിലായിരുന്നു അവൻ ആ ടെറസിലേക്ക് കയറിപ്പോയത്. വൈഷ്ണവി അഭിനവനെ പോലെ തന്നെ കുറവ് വരുമാനമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നഗരത്തിലെ പ്രശസ്തമായ ഒരു പണക്കാരന് അവളോട് പ്രണയം തോന്നി. വൈഷ്ണവി അതൊരവസരമായി എടുത്ത് അഭിനവനെ പുറത്താക്കി. ദേവൻ അഭിനവ് വൈഷ്ണവിയോട് സംസാരിക്കുന്നവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഏയ് ബേബി, ഇതാരാണ് ഈ ലൂസർ? ആ ഡെലിവറി ബോയ് അല്ലേ? നിന്റെ പ്രണയം തകർന്നപ്പോ ടെറസിൽ നിന്ന് ചാടിയവൻ. അതെ ബേബി, ഇവൻ ദേവദാസിന്റെ സെയിം മകൻ തന്നെയാണ്. അവൻ ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇതിനിടയിൽ സൗരവ് അവിടെ എത്തി. അവൻ ഇതിനു മുമ്പ് പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് സർ, നീ പിസ്സ ഡെലിവറി ചെയ്യാൻ വന്നാണോ? അല്ല, ഡെലിവറിക്ക്. അളിയോ, നിന്റെ മുഖം കാണുമ്പോൾ ഒരു പുവർ ഫാമിലിയിൽ നിന്നുള്ളവനെ പോലെ തോന്നുന്നു. പക്ഷേ നീ ഒരു ഡെലിവറി ബോയ് ആകാൻ മാത്രം ദരിദ്രനായല്ലോ. കഷ്ടം. ഛേ സൗരവ്, പക്ഷെ നീ ഈ ലൂസറിനെ അളിയാന്ന് വിളിക്കുന്നതിനാ? നീ പറയാൻ വരുന്നത് ഇതല്ലല്ലോ അല്ലേ? അതെ, അത് തന്നെയാണ് കാരണം. എൻ്റെ സിസ്റ്ററിന്റെ വിവാഹം ഈ മനുഷ്യനുമായിട്ട് നടന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ എൻ്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. ദൈവമേ, എൻ്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ്, എൻ്റെ ഡിയർ സിസ്റ്ററിന്റെ സ്വീറ്റ് സ്വീറ്റ് ഹസ്ബൻഡ്. പാർട്ടിയിലെ എല്ലാവരും ഇത് കേട്ട് ഞെട്ടി. എന്നാൽ ഏറ്റവും ഞെട്ടിയത് അനന്യയുടെ പഴയ ലവർ ശ്രീരാഗായിരുന്നു. ഇല്ല അനന്യ, നീ ഇത് ചെയ്യില്ല. ഞാൻ അത്ര സമ്പന്നനും ഹാൻസമാണ്. എന്നിട്ട് നീ ഈ ബെഗറിനെ വിവാഹം കഴിച്ചല്ലോ. അതിന് മാത്രം എന്തുണ്ടായി? ഓ, എന്തുകൊണ്ട് എൻ്റെ ഡിയർ സിസ്റ്റർ അവനെ വിവാഹം ചെയ്തുവെന്ന് ഞാൻ പറയട്ടെ ശ്രീരാഗ്. അപ്പോഴാണ് ഡ്രാമാറ്റിക് രീതിയിൽ സൗരവ് ആ വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ ആ യുണീക്ക് ബെഡിങ്ങിന്റെ കഥ പറയാൻ ആരംഭിച്ചത്. അനന്യയുടെ ബെഡിൽ അവനെ എങ്ങനെ കണ്ടെന്നും ഗ്രാൻഡ്പ അതിനെങ്ങനെ പ്രതികരിച്ചെന്നും അനന്യ എങ്ങനെ ഡെലിവറി ബോയിനൊപ്പം ലോക്കായി എന്നും എല്ലാം അവൻ വിശദീകരിച്ചു പറഞ്ഞു. ഇതെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പക്ഷേ അനന്യയുടെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞിരുന്നു. പാവം അനന്യ കരഞ്ഞുകൊണ്ട് ഓടി. അവൾ ഓടിപ്പോയി. അഭിനവും അനന്യയെ പിന്തുടർന്ന് പോവുകയായിരുന്നു. പക്ഷെ സൗരവ് അവനെ തടഞ്ഞു. ചേട്ടാ, അവന്റെ കൈ പിടിച്ചു നിർത്തി. ചേട്ടൻ എവിടെ പോകുന്നു? നീ നമ്മുടെ ഗാദറിങ്ങിന്റെ പ്രൈഡാണ്. നീ ഉള്ളത് തന്നെ ഒരു അഭിമാനമാ. വരൂ ചേട്ടൻ, വരൂ, ഈ കസേരയിലേക്ക് ഇരുന്നാട്ടെ. സ്പെഷ്യലായി ചേട്ടനായി ഉണ്ടാക്കിയതാ. ഇതും പറഞ്ഞ് സൗരവ് അഭിനവനെ ഒരു വളരെ മനോഹരമായ പക്ഷെ അല്പം ഭീതി ഉണ്ടാക്കുന്ന കസേരയിൽ ഇരിക്കാൻ ചൂണ്ടിക്കാട്ടി. സൗരവ്, നിനക്ക് എന്തിന്റെ കേടാ? അവൻ എങ്ങനെ ഈ കസേരയിൽ ഇരുത്താനാവൂ? നിനക്കറിയില്ലേ ഇത് ആരുടെ കസേരയാണെന്ന്? ദേവൻ, നീ ചുമ്മാതിരി. ഇതെന്റെ ലവബിൾ അളിയന. എനിക്കറിയാം അവൻ എങ്ങനെ എവിടെ ഇരുത്തണമെന്ന്. ഓക്കെ, അവൻ സൗരവിന്റെ അളിയനാണല്ലോ. അപ്പൊ അവനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതെ, പിന്നല്ലാതെ തീർച്ചയായിട്ടും കാണിക്കണം. ശ്രീരാഗിന്റെ വാക്ക് കേട്ട് സൗരവ് അഭിനവനെ തീർക്കാനുള്ള ഉദ്ദേശത്തിലാണെന്ന് ദേവൻ മനസ്സിലാക്കി. സൗരവ് അവന്റെ റിയൽ ഐഡന്റിറ്റി കണ്ടെത്താനുള്ള കാര്യങ്ങൾ നോക്കി. ഇപ്പോൾ ഈ ഡെലിവറി ബോയ് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും സ്റ്റാറ്റസും കണ്ടെത്തും. നിനക്കായി ഇതാ ഹോട്ട് സീറ്റ് റെഡി ആയിരിക്കുന്നു. ഇരിക്ക് ബ്രദറിനിലോ, ദയവായി ഇരിക്കെ. അഭിനവ് കസേരയിൽ ഇരുന്ന മാത്രയിൽ വളരെ ശക്തമായ ഒരു അലാറം മുഴങ്ങി.
ഇതെന്താ ഈ സംഭവിക്കുന്നത്? നീ എന്താ ചെയ്തത്? നീ മാഫിയ കിങ്ങിന്റെ കസേരയിലാണ് ഇരുന്നത്. നീ തീർന്നു. ആ പ്രത്യേക കസേര വിക്രമിന്റെ ആയിരുന്നു. ദ മാഫിയ കിങ് ഗാങ്ങിന്റെ നേതാവ് വിക്രമിന്റെ. ഈ കസേരയിൽ മറ്റാരും ഇരിക്കാൻ പാടില്ല. ഏത് അമ്മയുടെ മകനാണിത്? എന്റെ കസേരയിൽ ഇരിക്കാൻ ധൈര്യം കാണിച്ചത് ആരാ? സ്യൂട്ടും ബൂട്ടും ധരിച്ച് കയ്യിൽ ഇമ്പോർട്ടഡ് സിഗാർ എടുത്ത് വിക്രം അവിടെ എത്തി. അലാം കേട്ടപ്പോൾ ആരോ മാഫിയ കിങ്ങിന്റെ കസേരയിൽ ഇരിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായി. നീയായിരുന്നോ? ഇനി നിന്നെ എന്റെ കോപത്തിൽ നിന്നും ആരാണ് രക്ഷപ്പെടുത്താൻ പോകുന്നത്? സർ, ക്ഷമിക്കണം. എനിക്ക് ഈ കസേരയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അഭിനവ് വിക്രമിന്റെ മുന്നിൽ കൈകൂപ്പിയപ്പോൾ വിക്രമിന്റെ കണ്ണുകൾ അഭിനവിന്റെ റിങ്ങിലെത്തി. റിങ്ങിൽ ഒരു ടൈഗർ എന്ന സൈൻ അയാൾ കണ്ടു. റിങ് കണ്ടതും വിക്രമിന്റെ മുഖം പെട്ടെന്ന് പ്രകാശിച്ചു. എന്നാൽ മുൻപുണ്ടായ കോപം പേടിയിലേക്ക് മാറി. ആ റിങ് വിക്രമിനെ എന്തോ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തോന്നി. ടൈഗർ, ടൈഗർ, ക്ഷമിക്കണം, ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ല മകനെ. ഐ ആം റിയലി സോറി. ഹേ വിക്രം, അങ്കിൾ, ഈ ലൂസറിന്റെ മുന്നിൽ നിങ്ങൾ എന്തിനാണ് കൈകൂപ്പുന്നത്? ഇവനൊരു ലൂസറാ. നീ ആരെയാണ് ബെഗർ എന്ന് വിളിച്ചത്? ഈ കസേരയും അവന്റെ തന്നെയാ, ഈ ബിസിനസ്സും അവന്റെയാ. അദ്ദേഹം ഞങ്ങളുടെ മാഫിയ കിങ് ഗാങ്ങിന്റെ റിയൽ ഓണറാണ്. ഞങ്ങളുടെ ടൈഗർ, റിയൽ ടൈഗർ. ഓ മൈ ഗോഡ്. എന്തുകൊണ്ട് വിക്രമനെ പോലൊരു ഭീതികരമായ ഡോൺ അഭിനവന് മുന്നിൽ കൂപ്പുകുത്തി? എന്തുകൊണ്ടാണ് വിക്രം അഭിനവനെ ടൈഗർ എന്ന് വിളിച്ചത്? വിക്രം അഭിനവനെ കണ്ടപ്പോൾ ഓർത്തത് എന്തായിരിക്കും? അഭിനവ്, അതായത് ടൈഗറിന്റെ കഥ ഇനി എങ്ങനെ മാറും? കഥയുടെ ബാക്കി ഭാഗം അറിയാൻ അടുത്ത എപ്പിസോഡ് കാണൂ. ദി റിട്ടേൺ ഓഫ് ടൈഗർ കാണാൻ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യൂ. താഴെ നൽകിയ ലിങ്കിൽ നിന്നും പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.